നൈജീരിയയിൽ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധതയുടെ മനുഷ്യത്വരഹിത മുഖം തുറന്നുകാട്ടി വുക്കാരി രൂപത ബിഷപ്പ് മാർക്ക് നുസുക്വേൻ. വുക്കാരി രൂപതയുടെ മൂന്നാമത് ജനറൽ അസംബ്ലി വേദിയിലായിരുന്നു ബിഷപ്പിന്റെ സുപ്രധാന വെളിപ്പെടുത്തൽ. നൈജീരിയയിലെ തരാവ സംസ്ഥാനത്ത് മാത്രം കൊല്ലപ്പെട്ടത് 100-ലധികം ക്രൈസ്തവർ, 98,000-ലധികം ആളുകൾ കുടിയിറക്കപ്പെട്ടു, 217 ദേവാലയങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഡോംഗ, ടാകം എന്നീ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ കുടിയിറക്കപ്പെട്ടവർ ചിതറിക്കിടക്കുകയാണ്. ആക്രമണങ്ങളിൽ ദശലക്ഷക്കണക്കിന് നൈറ വിലമതിക്കുന്ന സ്വത്തുക്കളും ഉപജീവന മാർഗങ്ങളും നശിപ്പിക്കപ്പെട്ടു. ക്രൈസ്തവരുടെ കൃഷിഭൂമി കയ്യേറുന്നത് വർദ്ധിച്ചുവരുന്നതിനെ അസംബ്ലി അപലപിക്കുകയും കുടിയിറക്കപ്പെട്ടവരുടെ പൂർവിക ഭൂമി അക്രമകാരികൾ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും പ്രതികരിച്ചു. അതേസമയം ഈ കണക്കുകൾ കഴിഞ്ഞ 2025 സെപ്റ്റംബർ മുതലുള്ളതാണ്. അതിനു മുൻപുള്ള കണക്കുകൾ ഇതിലും അധികമാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ക്രൈസ്തവർക്ക് ഒരു തരത്തിലും സമാധാനമായി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആക്രമണത്തിന് ഇരകളായവർക്ക് മാനുഷിക സഹായം നൽകണമെന്നും സമാധാന പുനഃസ്ഥാപനത്തിനായി ശ്രമങ്ങൾ ആരംഭിക്കണമെന്നും അസംബ്ലി ആവശ്യപ്പെട്ടു.